വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. പ്രദേശത്ത് കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു. പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. വയനാട് അമരക്കുനി മേഖലയിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ അർജുൻ PS നൽകും. അർജുൻ, നമുക്കറിയാം വയനാട് പുൽപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസം മുതൽ കടുവ ഇറങ്ങിയതിൻ്റെ ഭീതി വിട്ടൊഴിയുന്നില്ല. അവിടെ ആളുകൾ ഭയപ്പാടിലാണ്. ഇന്ന് ഒരാടിനെ കടുവ കൊല്ലുന്ന സാഹചര്യമുണ്ടായി. അവിടെ കൂട് വെച്ച് കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചുവെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർ അടക്കം ഇന്നലെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്കൂളിന് അവധി നൽകിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ഭയപ്പാടിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ അർജുൻ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ജനങ്ങൾ വലിയ ഭയപ്പാടിലാണുള്ളത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച 2 ആടുകളെ പിടികൂടിയ അമരക്കുനിയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഈ പ്രദേശമാണ്. ആ പ്രദേശത്ത് അതായത് ദേവർഗത്തയ്ക്കും അതുപോലെ തന്നെ അമരക്കുനിക്കും സമീപത്താണ്. അതായത് കർണാടക അതിർത്തി അതുപോലെ തന്നെ വയനാട് അതിർത്തി, ഈ 2 അതിർത്തിക്ക് നടുക്കാണ് ഇപ്പോൾ ഉള്ള ഒരു ആടിനെ കടുവ കൊന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൊഴുത്തിൽ ഈ ഒരു കൂട്ടിൽ കെട്ടിയ ആടിനെയാണ് കടുവ ആക്രമിക്കുന്നത്. ഇതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഈ ആളുകൾ കണ്ടിരുന്നു, ഈ വീട്ടുകാർ കണ്ടിരുന്നു. മാത്രമല്ല വേറെയും 2-3 പേർ കടുവയെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രദേശത്ത് ഇന്ന് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അമരക്കുനി ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. കടുവയുടെ സാന്നിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് DFO അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ തന്നെയും ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ കടുവയെ പിടികൂടാനാകുമെന്നുള്ളതാണ് അരുൺ സക്രിയും അതുപോലെ തന്നെ കൂടെയുള്ള ഫോറസ്റ്റുകാരടക്കം പറയുന്നത്. വലിയ ഭീതിയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ആ തെരച്ചിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 3 ഗ്രൂപ്പുകൾ പോയിട്ടും ഇതുവരെയും കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ജനങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു കിലോമീറ്റർ അപ്പുറത്ത് മാത്രം മാറി ഒരു ആടിനെ കൂടി കടുവ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനങ്ങളൊക്കെ വലിയ ഒരു രോഷാകുലരാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിന് ഇന്ന് ആ പ്രദേശത്ത് സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും കടുവയ്ക്കായുള്ള കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 2 കുങ്കിയാനികളെയും ഇത്തരത്തിൽ കടുവയ്ക്കായുള്ള തെരച്ചിലിന് കൊണ്ടുവന്നിരുന്നു. ഇതുപോലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നിരവധി ചെയ്ത അല്ലെങ്കിൽ ഈ കടുവ അല്ലെങ്കിൽ ആന അങ്ങനെയുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്തിട്ടുള്ള കുങ്കിയാനകളെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതായത് വിക്രം, കോന്നി സുരേന്ദ്രൻ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തരായ 2 ആനകളാണ് ഇരുവരും. അത്തരത്തിൽ ഈ ആനകളെ അടക്കം, ഈ കുങ്കിയാനകളെ അടക്കം ഈ പ്രദേശത്ത് കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഇന്ന് ഏകദേശം 4 മണിയോട് കൂടി തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ഇന്ന് അല്പസമയത്തിനകം വീണ്ടും ആ തെരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനപാലകരൊക്കെ ആ പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ട് ആ പ്രദേശം നിരീക്ഷിച്ചു വരികയാണ്. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെയും ഈ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ ഇതുവരെയും കടുവ തെളിഞ്ഞിട്ടില്ല, കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതെ, അത് തന്നെയാണ്. വലിയ രീതിയിലുള്ള സന്നാഹങ്ങളൊക്കെ കടുവയെ പിടികൂടാൻ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കടുവയെ പിടികൂടാൻ സാധിക്കാത്തതിന്റെ ഒരു ആശങ്ക ജനങ്ങൾക്കുമുണ്ട്.